റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോശം തന്നെ പറയാട്ടാ. ആ ഒരു രീതിക്കാണ്. നമ്മൾ നല്ല റോഡുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഭയങ്കരമായിട്ട് ആ ഒരു മാറ്റം നമുക്ക് ഒരുപാടായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലൊക്കെ കൃഷിത്തോട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്, പാടങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആന്ധ്രാപ്രദേശിൽ മെയിനായിട്ട് പോത്തുകൾ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ലോഡ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കേരളത്തിൽ ഒരുപാട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരുപാട് പോത്തുകളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുവരാൻ ശ്രമിക്കൂട്ടാ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോത്തുകൾ കാര്യങ്ങളൊക്കെ ഒരുപാടുള്ള ഏരിയ ആണ് കേട്ടോ. നമ്മളുള്ളത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. ഇവിടെ റേഞ്ചിനൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വെയിറ്റിംഗ് ഷെഡിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യണത്. ഇവിടെ ഇങ്ങനെ ചോറാക്കിയിട്ടുണ്ട്. പിന്നെ കറിക്കുള്ള സാധനങ്ങളൊക്കെ തൊട്ടാ വെട്ടിക്കൊണ്ടിരിക്കണേ. പക്ക ഉൾഗ്രാമമാണ് കേട്ടോ. പക്ക ഉൾഗ്രാമം എന്ന് വെച്ചാൽ അത് മെയിൻ റോഡാണ്. മെയിൻ റോഡായിട്ടും വണ്ടികൾ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഒരാളിങ്ങനെ വന്നിരുന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഡ്രസ്സും ഇല്ല, ഷർട്ടും ഇല്ല, ഒന്നുമില്ല. അതായത് വസ്ത്രങ്ങളൊന്നും ഇടാതെ കേട്ടോ. ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ഷർട്ടും തുണി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആന്ധ്രാപ്രദേശിൽ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നത് പടച്ചവനക്ക് അറിയുള്ളൂ. പാവം എന്താ പറ്റിക്കണമെന്നുള്ള ഇനി ഇങ്ങനത്തെ ഒന്നും കാണാനുള്ള വിധിയില്ലായിരിക്കട്ടെ. ആള് വസ്ത്രമില്ലാതെ നടന്നിട്ട് വന്നിക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു തുണിയും ഷർട്ടും എടുത്ത് കൊടുത്ത് നമുക്ക് കണ്ടപ്പോൾ തന്നെ ചർച്ച. കൊടുത്തപ്പോത്തിന് വേറെ എടുത്തിട്ടിട്ട് ആളിപ്പോൾ കുട്ടപ്പനായി. പക്ഷേ ആ ഇട്ടിങ്ങനെ ഷർട്ട് അതിൻ്റെ ഉള്ളിൽ 2-3 ഷർട്ട് വേറെ ഉണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി എന്നിട്ടാ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണ് കണ്ടത്. അടുത്ത ആ കുപ്പിയും കാര്യങ്ങളും കള്ളും അങ്ങനത്തെ ഉള്ളതൊക്കെ ഉണ്ട്. അതിലൊന്നും ഇല്ല കേട്ടോ. കാലി കുപ്പികളാണ് മൊത്തം. ആ ഗാവും പിടിച്ചാണ്ട് കയറി വന്നത്. ഫാൻറ്റും ഇല്ല, ഒന്നുമില്ല, ഷെഡ് പോലും ഇല്ല. അങ്ങനെ അടിവസ്ത്രം പോലും ഇല്ലാതെ കയറി വന്നിക്കാം. ഇനി നമ്മൾ ചോറ് സാമ്പാർ ഇതിലുണ്ട്. പിന്നെ മുടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് പുതിയൊരു അതിഥി ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ. എന്ത് ആർത്തിയോട് കൂടിയിട്ടാണ് ഭക്ഷണം കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായി പോയിട്ടോ കാണുമ്പോൾ. ആർക്കെങ്കിലുമൊക്കെ ഇതുപോലത്തെ ആളുകളെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യട്ടോ. ഇതുപോലത്തെ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് മെസ്സേജ് വിടാം. ആ മെസ്സേജിൽ നിങ്ങൾ റീപ്ലൈ തന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്തു കൊടുത്തോളൂ കേട്ടോ. ഞങ്ങൾ യാത്രയിൽ ഞങ്ങളെ ഫണ്ട് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് കഴിയണത് നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ നിങ്ങളെ അഭിപ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, ആ ആൾക്കാരെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതുപോലത്തെ ആളുകളെ കാണുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് മെസ്സേജ് വിടും. നിങ്ങളെ കൊണ്ട് കഴിയണത് എന്താണോ അത് നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരും ചെയ്യട്ടോ. നമ്മളങ്ങനെ ആന്ധ്രാപ്രദേശ് തട എന്ന് പറയുന്ന സ്ഥലത്തായിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്കുള്ള ഒരു എൻട്രൻസ് കണ്ട് നമുക്ക് പോയേക്കാം. റോഡ് സൈഡിൽ നിന്ന് തന്നെ നോക്കിയപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പം ഇങ്ങനെയാണ് പോവണേ. ഇതുപോലത്തെ കൂറ്റൻ കവാടങ്ങളൊക്കെ റോഡ് സൈഡിൽ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. റോഡുകളൊക്കെ നമ്മളെ കേരളത്തിനോട് സമാന്തരമായിട്ടുള്ള റോഡുകൾ ഒരുപാടുണ്ട് കേട്ടോ. റോഡൊന്നും വലിയ പുരോഗമനം കണ്ടില്ല. കാരണം നമ്മൾ കുറച്ചൊക്കെ ഉള്ളേരിയയിൽ അവിടെ ഇവിടെ ഒക്കെ കയറി നോക്കിയെന്ന്. നമ്മളങ്ങനെ ഇതുപോലത്തെ ഒരു അമ്പലത്തേക്കാട്ട് എത്തിയത്. ഇവിടെ ആരും അങ്ങനെ കാണാനൊന്നുമില്ല. പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കേട്ടോ തോന്നുന്നത്. മാർബിളിലാണ് നിർമ്മിതി. ഒരുപാട് ഏരിയ ഉണ്ട്. ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാട്ടോ തോന്നുന്നത്. കാരണം ക്രെയിന് കാര്യങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഒരുപാട് ആൾക്കാരും കാണാൻ സാധിച്ചിട്ടാ. പിന്നെ എടുത്തു പറയേണ്ടത് ഒരേ സ്ട്രെച്ചിങ് ആണ് കേട്ടോ. ടൈല് കാര്യങ്ങളൊക്കെ ഒരേ സ്ട്രെച്ചിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് എന്നുള്ളതാണ്. വലിയ വലിയ പണികൾ നടക്കുകയാണ് കേട്ടോ. കല്ലുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുത്തിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുകൾ വലിയ എന്തോ ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുകൾ ഇതുപോലെ കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നീട് ഇത് ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് അതിനെ മേലേക്ക് കയറ്റുന്നത്. ഇതുമായിട്ട് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക എന്താണ് സംഭവം എന്നുള്ളത്. കാരണം ഇവിടുത്തെ ലാംഗ്വേജ് നമുക്ക് അറിയണില്ല കേട്ടോ. മനസ്സിലാക്കാനും കൂടി പറ്റില്ല. മുട്ടായി വരച്ച് വെച്ച പോലെ ചക്കറുട്ടായി ഉണ്ടാക്കി വെച്ച മാതിരിയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കിത് വായിക്കാനും അറിയണില്ല, പറയാനും അറിയണില്ല. അങ്ങനത്തെ രൂപ ഇത് മൊത്തത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ അമ്പലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നിട്ടാ. ആന്ധ്രാപ്രദേശ് ഒഴിഞ്ഞ സ്ഥലമാണ് കേട്ടോ.
എവിടെ നോക്കിയാലും ഒഴിഞ്ഞെടുക്കണേ. ഫ്ലാറ്റുകളൊക്കെ കാണാണ്ട് ചില ഏരിയയിലെ വീടുകളൊക്കെ വളരെ കുറവായിട്ട് നമുക്ക് തോന്നിയത്. ഇനി ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നത് തന്നെ ഉള്ളൂ. നമ്മളെ യാത്രയിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ട്. അപ്പം വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.